ഇതാണ് ഗുലാം ജാമുൻ. ബ്രെഡ് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റിൽ അതേ രൂപത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു പാത്രം എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലാദ്യം നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. നമുക്ക് എത്ര പഞ്ചസാര വേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മൾ പഞ്ചസാര എടുക്കുക. നമ്മൾ സിറപ്പ് നമുക്ക് എത്രയാണ് വേണ്ടത്, എത്ര ഗുലാം ജാമുൻ ഉണ്ടാക്കണം, അപ്പോൾ ആ അളവിന് വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം, നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം. ഇനി നമുക്കിത് ഒന്ന് ചൂടാക്കാൻ വെക്കാം, ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് നമുക്ക് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പരിപാടിക്ക് നീങ്ങാം. നമ്മളെടുത്തിട്ടുള്ളത് ബ്രെഡാണ്. ബ്രെഡ് ഇതേപോലെ ഒന്ന് ചെറുതാക്കിയിട്ട് നമുക്ക് എന്ത് മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കുക. നമ്മൾ സാധനം നമുക്ക് പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഈ രൂപത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്കിതൊരു പാത്രത്തേക്ക് മാറ്റി വെക്കാം. നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം പൊടിച്ചതാണ്. നമ്മൾ ഒരു പാക്കറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു രൂപത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. പഞ്ചസാര സിറപ്പ് നമ്മൾ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇത് ചൂടാറാൻ വെക്കണം. അപ്പോൾ നമുക്കൊന്ന് കുറച്ച് നേരം മാറ്റി വെക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ള മിൽക്കാണ്. മിൽക്കായിട്ടാണ് ഇത് നമ്മൾ കുഴക്കേണ്ടത്. വെള്ളം ചേർക്കാൻ പാടില്ല, അപ്പോൾ നമുക്ക് ടേസ്റ്റ് കിട്ടില്ല. അതിനാണ് മിൽക്ക് എടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം നമുക്ക്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. നമുക്ക് ഓരോരോ ഉരുളാക്കിയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലാണ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടാം. സാധാരണ ഒരു മീഡിയം വലുപ്പത്തിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിന്മേൽ ഒരു നട്ട്സ് കൊടുക്കുന്നുണ്ട്. വെറുതെ ഒരു രസത്തിന് കൊടുക്കുകയാണ്. ഇതിൻ്റെ ആവശ്യമില്ല ഇതിന് ഗുലാം ജാമിന്. ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. അതിന് നമുക്ക് ഇനി ഒരു പാത്രത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ബാക്കിയുള്ള എല്ലാ പീസും ഇതേപോലെ ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ പീസുകളൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചിരുന്നു. അപ്പോൾ ചൂടായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പീസുകൾ പൊരിച്ചെടുക്കുക. തീ കുറച്ചിട്ട് വേണം നമുക്കിത് ചെയ്യാൻ. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ കളറ് പെട്ടെന്ന് മാറി കിട്ടും. അപ്പോൾ നമ്മളിത് ഉള്ളു വെന്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, ചെറിയ സ്പീഡിൽ നമ്മൾ ഗ്യാസ് കത്തിച്ചാൽ മതി. അപ്പോൾ സാധനം നമ്മളിത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നട്ട്സ് ഒന്നും കറക്റ്റ് ടൈം കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ നേരത്തെ സിറപ്പ് മാറ്റി വെച്ചതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് കളറാണ് ചേർത്തിട്ടുള്ളത്, യെല്ലോ. സാധാരണ ഇതിൽ ചേർക്കൽ കുങ്കുമമാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഫുഡ് കളർ ചേർത്ത്. ഈ രൂപത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഏകദേശം ഈ ഒരു കളറ് കിട്ടണം നമുക്ക്. നമ്മളെ സാധനമൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതാണ് സാധനം നമ്മളത്. ബ്രെഡ് ആയിട്ടാണ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ. വീട്ടിൽ തന്നെ ചിലവും കുറവാണ്. നമുക്ക് കടയിൽ നിന്നൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളത് കൂടുതൽ സോഫ്റ്റ് ആയിട്ടില്ല, കാരണം നമ്മളിപ്പോഴല്ലേ ഇട്ടിട്ടുള്ളൂ.
ഇത് ഒരു മാക്സിമം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞാലാണ് നല്ല സെറ്റായിട്ട് ഉള്ളിലേക്ക് പഞ്ചസാരൻ്റെ സിറപ്പൊക്കെ ഒന്ന് ഇറങ്ങി കിട്ടുക. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.